പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഏപ്രിൽ മാസം 30 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങ് കഴിഞ്ഞ ഈ ഒരു മാസക്കാലം ഞങ്ങൾ ഇതുവരെയും നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്ന് ഈ ഏപ്രിൽ മാസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് ഞങ്ങളെ വിടുവിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഈ ഈ ഈ ഈ മാസം ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തുപാലിച്ച കൃപകൾക്കായിട്ട് കരങ്ങളെ ഉയർത്തിയ കർത്താവിനെന്ന് സ്തോത്രം പറയുന്നു. നന്ദി കർത്താവെ, നന്ദിയോടെ സ്തോത്രം കർത്താവെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞായിട്ട് നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവ്. 34 സങ്കീർത്തനം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. നാം ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. അനർത്ഥങ്ങൾ ഒഴിവാകട്ടെ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥന എന്ന് പറയുന്ന സ്വർഗത്തെ തുറക്കുന്ന സമയം. ഹല്ലേലൂയ. ഈ പിതാവ് ചെവി ചായ്ച്ച് കേൾക്കുന്ന സമയമാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് തൻ്റെ ചെവി ചായ്ച്ച് കേൾക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയായിട്ട്. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങനെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഈ ശബ്ദം കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ് കർത്താവെ. തിരുവഴുത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞേ, അങ്ങ് സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവർ ഏതു വിധത്തിലുള്ള രോഗത്താൽ പിടിക്കപ്പെട്ടവരാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം വരട്ടെ, സ്വസ്ഥത വരട്ടെ. അത്ഭുതകരമായ ദൈവശക്തി, സൗഖ്യമാക്കുന്ന ദൈവശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നട്ടലിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓപ്പറേഷൻ ചെയ്യണം, നട്ടൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കേസുകളൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ആമേൻ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. വേദനകൾ മാറട്ടെ, സ്വസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, 2 കാൽമുട്ടുകളും വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുഴകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. എല്ലാ ഇൻഫെക്ഷനുകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ബ്ലഡിനകത്തുള്ള ഇൻഫെക്ഷനുകൾ, ആമേൻ ആമേൻ. ശരീരത്തിൽ വന്നിരിക്കുന്ന മറ്റ് ആമേൻ ആബ്സസുകൾ, അതുപോലെ തന്നെ മറ്റ് ആമേൻ മുഴകൾ എല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അപ്രത്യക്ഷമായി പോട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം. സൗഖ്യം നടന്നിരിക്കുന്നതിന് സ്തോത്രം. ദൈവമഹത്വം ഇറങ്ങിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവെ നീറ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ഒരു സ്പെഷ്യൽ കെയർ അവരുടെ മേൽ ഉണ്ടാകട്ടെ. ഒരു അത്ഭുതകരമായ റിസൾട്ട് യേശുവിൻ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ വിടുവിക്കണമേ. കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വം അവിടെ വെളിപ്പെടണം. ആ കുടുംബജീവിതത്തിനകത്തേക്ക് സമാധാനവും സന്തോഷവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മറ്റ് ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിക്കണമേ. അതുപോലെ നാളത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ പുതിയ മാസം ആരംഭിക്കുകയാണ്. നമുക്ക് നാളെ സ്പെഷ്യൽ മീറ്റിംഗ് ആണുള്ളത്. നമ്മുടെ സഭാ ഹാളിൽ വെച്ച് തന്നെയാണ് മീറ്റിംഗ് നടക്കുന്നത്. ഒരു മാസത്തിൻ്റെ ആരംഭം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ആദിയിൽ ദൈവമെന്നാണ് പറയുന്നത്. അപ്പം മാസത്തിൻ്റെ ആരംഭത്തിൽ കർത്താവിനോട് കൂടെ സ്പെൻഡ് ചെയ്യുവാൻ നാളെ തക്ക സമയത്ത് എല്ലാവരും എത്തണം. നമുക്ക് ഒരുമിച്ച് സഭാ ഹാളിൽ വെച്ച് കർത്താവിനെ പാടി പുകഴ്ത്തി ആരാധിച്ച് ഈ ഏപ്രിൽ മാസം നടത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പുതിയ മാസം കർത്താവിൻ്റെ ആ പ്രവൃത്തിക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ കർത്താവ് തന്ന ആലോചനയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അവിടെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒരിക്കലും ഒന്നിനും ഒരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കഴിവിനാലല്ല നമ്മൾ ഇനി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും പഴയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഗിദിയോനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗിദിയോൻ ഭയപ്പെട്ടിരിക്കുന്ന സമയം, ശത്രു അവരുടെ ദേശത്ത് നാശം വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരിക്കൽ ഗിദിയോൻ കരിവേലകത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ ഒരു ദൂതൻ ഗിദിയോന് പ്രത്യക്ഷനായി. ദൂതൻ വന്ന് പറഞ്ഞു, ഗിദിയോനെ, നീയാണ് ഈ ജനത്തെ വിടുവിക്കാൻ പോകുന്നത്, നീയാണ് ഈ ജനത്തെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ദൂതൻ വന്ന് ഗിദിയോനോട് ചില ആലോചനകൾ പറഞ്ഞു. അപ്പം ഗിദിയോൻ പറയുന്നു, ഞാൻ ഒന്നുമല്ലാത്തവൻ, എനിക്ക് കഴിവില്ലാത്തവൻ, എൻ്റെ കുടുംബം ഒന്നും ഉള്ളതല്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടുള്ള കഴിവോ പ്രാപ്തിയോ കുടുംബ മഹിമയോ എക്സ്പീരിയൻസുകളോ ഒന്നും പറയാനില്ല. ഗിദിയോൻ ഒത്തിരി എക്സ്ക്യൂസുകൾ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ കുടുംബത്തിന് ഇത് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഉടനെ ദൈവത്തിന് ദൂതൻ പറയുക, ദൈവത്തിന് ദൂതൻ ഗിദിയോനെ വിളിച്ചത് പരാക്രമശാലിയായ ഗിദിയോനെയാണ് വിളിച്ചത്. എൻകറേജ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ ബലത്തോടെ പോകാമെന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ കൂടെയുള്ള ക്രിസ്തുവിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ ഒന്നിനും എക്സ്ക്യൂസ് പറയത്തില്ല. നമ്മൾ പറയത്തില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കൊരു തികഞ്ഞ ബോധ്യം വരുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിയും, നമുക്ക് പ്രശ്നങ്ങളെ ജയിക്കുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവരായിത്തീരണം. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിത്തീരണം. നമ്മൾ ആരുടെ കൂടെ നടക്കണം? ഈ ശക്തിയിൽ ജീവിക്കുന്നവരുടെ കൂടെ നടക്കണം. അങ്ങനെയുള്ളവരോടുകൂടെ സംസാരിക്കണം. അങ്ങനെ വലിയ ക്രിസ്തുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് കേൾക്കണം. ക്രിസ്തുവിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് വായിക്കണം. നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നത് കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നമ്മളും ആ ഒരു നെഗറ്റീവ് മൈൻഡിലേക്ക് പോകും. അതിനു പകരം നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നവരുടെ കൂടെ നമ്മൾ നടക്കണം. നമ്മുടെ വിശ്വാസത്തെ ചൂട് പിടിപ്പിക്കുന്നവരുടെ കൂടെ നമ്മൾ നടക്കണം. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം, അങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കണം. അങ്ങനെയുള്ളവരുടെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും കൂടുതൽ വർദ്ധിച്ചു വരുവാനിട വരും. നമ്മളെ ശക്തനാക്കുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു മുഖാന്തരം നമുക്ക് സകലതും സാധ്യമാണ്. ഒന്നും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ബോധ്യം നമുക്കുണ്ടാകണം, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാവും. ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു എക്സാമിന് പോകുമ്പോൾ, ഏത് കാര്യം ചെയ്യുമ്പോഴും പറയണം, എന്നിൽ വസിക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്.
ഒന്നും എൻ്റെ മുമ്പിൽ അസാധ്യമായിട്ടില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഈ പകൽക്കാലം കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, നമ്മൾ അതിശയമായി മാറും, എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.